ഹായ്, എല്ലാവർക്കും കൈകാലി സിൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എയർലൈൻ ടോപ്പ് വെട്ടി തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. മടക്കി ആദ്യം രണ്ടായിട്ട് മടക്കിയിടാം. നമ്മൾ ലൈനിങ്ങിലാണ് ആദ്യം മടക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. രണ്ടായിട്ട് മടക്കി വീണ്ടും അത് നാലായിട്ട് മടക്കണം. 36 ചെസ്റ്റ് സൈസാണ് നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. വെട്ടി കാണിച്ചതിന് 36 ചെസ്റ്റ് സൈസാണ്. അതിൻ്റെ ഷോൾഡർ വരുന്നത് 15ആണ്. 15ൻ്റെ പകുതി 7.5. 15 പകുതി 7.5 നമ്മളിവിടെ ഷോൾഡർ എടുക്കേണ്ടത്. 4ആയി മടക്കിയിട്ട് തുണിയിൽ നിന്ന് ഷോൾഡർ 7.5. കൈക്കുഴിയും 7.5 തന്നെയാണ് എടുത്തേക്കുന്നത്. ചെസ്റ്റ് സൈസ് 36 ആവുമ്പോൾ 36ൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ ലൂസ് കൂട്ടണം ശരീരത്തിൻ്റെ. അപ്പം 40. 40ൻ്റെ 4 10 ഇഞ്ച്. 1.5 ഇഞ്ച് സീം അലവൻസ്. കൈക്കുഴി ഒരു 1.5 ഇഞ്ച്, 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ കയറ്റി മാർക്ക് ചെയ്യണം. നമുക്ക് ഷേപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ അടിച്ച് പോകാനുള്ള 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് എടുക്കണം. നമുക്കിവിടെ ഷേപ്പ് ലെങ്ത്ത് ഒരു മീഡിയംകാർക്കൊക്കെ ഒരു 13.5 മതി. 13.5. പിന്നെ നമ്മൾ ഇത് എയർലൈനാണ് തയ്ക്കുന്നത്. എന്നാലും നമുക്ക് സ്ലിറ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തേക്കാം. അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് പോകാനുള്ളതാണ്. ഷേപ്പിൻ്റെ വണ്ണം വരുന്നത് ഷേപ്പിൻ്റെ ലെങ്ത്ത് 13.5. അവിടുത്തെ വണ്ണം നമുക്ക് വരുന്നത് 36.5ആണ്. 36യുടെ 4 വരുമ്പോൾ 9 ഒരു പോയിൻ്റ് വരും. 9 ഒരു പോയിൻ്റ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ വരുന്നത് 18. സ്ലിറ്റിൻ്റെ അവിടെ സ്ലിറ്റ് വിടുത്ത് വരുന്നത് 21 ഇഞ്ചാണ്. സാധാരണ നമ്മൾ ചെസ്റ്റിന് എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെയാണ് എയർലൈന്. സ്ലിറ്റ് വരുമ്പോൾ ഇച്ചിരി കൂടി കുറയും. എയർലൈൻ ഇവിടെ 10 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ചെസ്റ്റിൻ്റെ അളവ് തന്നെ. അതിനുശേഷം എല്ലാം കൂടി യോജിച്ച് 47 ഇഞ്ച് ലെങ്ത്ത്, 1.5 ഇഞ്ച് സീം അലവൻസ്. ഇത് മടക്കി അടിക്കാൻ 1 ഇഞ്ച്, 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ കൂട്ടി 48.5 ഇഞ്ച് ടോട്ടൽ എടുത്തുണ്ട്. ഇതൊരു 3 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഇങ്ങനെ മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇല ഇങ്ങനെ തൂങ്ങി കിടക്കും. സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. നമ്മളിത് നല്ല തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കാണ്. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ലൈനിങ്ങും സെയിം തുണിയും
കറക്റ്റ് ഒരേ ലെവലിലാണ് കിടക്കുന്നത്. അപ്പോൾ ലൈനിങ് ഒരു ഇഞ്ച് കയറ്റി നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ലൈനിങ് ഒരു ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കൈ എൽബോ വരെയുള്ള സ്ലീവാണ് വയ്ക്കണത്. അപ്പോൾ അതിൻ്റെ 10 ഇഞ്ചും ഒരു 1.5 ഇഞ്ച് 1 ഇഞ്ച് അടിയിൽ മടക്കി അടിക്കാൻ, 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ പോകാനായിട്ട് ഇപ്പോൾ 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൈക്ക് നമുക്ക് മുകളിൽ വണ്ണം വരുന്നത് 18 17 വരുന്നത്. 1 ഇഞ്ച് കൂട്ടി 18, അപ്പോൾ 9. അതിൻ്റെ പകുതി 9 9ഉം 1.5 സീം അലവൻസും. ഇവിടെ നിന്നൊരു 3 ഇഞ്ച് ഇറക്കത്തിലാണ് കൈ ഷേപ്പ് ചെയ്ത് പോകുന്നത്. താഴെ ഒരു 5 ഇഞ്ച്, 10 താഴത്തെ വണ്ണം, 5 ഇഞ്ച് കൊടുക്കാം. 1.5 ഇഞ്ച് സീം അലവൻസ്. നിങ്ങളപ്പോൾ ഇതിന് പഫ് കൊടുക്കണ കാര്യം ഓർത്തില്ല, നേരത്തെ പറയാം. അപ്പോൾ ഒരു 3.5 ഇഞ്ച് പഫിന് വിടാണ്. പഫ് കഴിഞ്ഞിട്ട് 9 ഇഞ്ച് എടുക്കണം. 9ഉം ഒരു 1.5 ഇഞ്ച് സീം അലവൻസ്. അപ്പോൾ നമ്മൾ പഫ് വരെ നേരെ വരച്ച് കൊടുക്കുകയാണ് 3.5 ഇഞ്ച്. എന്നിട്ട് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ആ 9ലേക്ക്, ഇവിടെയാണ് 9 ഇഞ്ച് വരുന്നത്, 1/2 ഇഞ്ച് കൂടി ഇവിടെ വരെ ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് പോകണം. ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്കിൻ്റെ അകലം 3 ഇഞ്ച്. 15 ഇഞ്ച് ഷോൾഡറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു 3 ഇഞ്ച് 3.25 ഇഞ്ചിലേക്ക് എടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ അളവ് 6 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ അടിച്ചു പോകാനും, അതിൽ ഞാൻ 4 ഇഞ്ച് ഇറങ്ങുള്ളൂ. 5.25 മതി എനിക്ക് കറക്റ്റ് ലെങ്ത്ത്. ഞാനിങ്ങനെ ഒരു നെക്കാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു നെക്കാണ് നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത്. ഈ ബാക്ക് നെക്ക് കയറി കൊടുക്കാം. ഒരു 3 ഇഞ്ചൊക്കെയാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്ക് നമ്മൾ യൂനെക്കാണ് കൊടുക്കുന്നത്.
ബാക്കിലേക്ക് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ബീഡ്സ് വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തുകൊണ്ട് അതിന് ശേഷം ഈ ബാക്കിൽ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടി ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ കഴുത്തിൻ്റെ ഈ അകവശത്തേക്ക് ഫ്രണ്ട് വശം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. രണ്ട് ലോക്ക് ചെയ്തിട്ട് വരാം. ചെയ്തതിന് ശേഷം ഇത് നിവർത്തി ഇങ്ങനെ കഴുത്ത് രണ്ട് നിവർത്തിയിട്ടുണ്ട്. ശേഷം ഇവിടെ പതിച്ചടിക്കാണ് കഴുത്ത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതെല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ സ്ലീവ് പഫ് സ്ലീവാണ് പഫ് അടിക്കാനായിട്ട്. ആദ്യം സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. രണ്ട് സൈഡിൽ നിന്ന് പഫ് ഇട്ട് കൊടുക്കണം. നോച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നോച്ച് കൊടുത്തതിൻ്റെ ഭാഗം ഇതിൻ്റെ കറക്റ്റ് നടുവശത്തായിട്ട് വെച്ച് രണ്ട് ഈക്വൽ ഭാഗങ്ങളായിട്ട് വേണം ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്തപ്പോൾ കുറച്ച് ഭാഗം വെട്ടിക്കളയാൻ വിട്ടുപോയായിരുന്നു. അത് കൂടുതലുള്ള ഭാഗം വെട്ടിക്കളഞ്ഞു. നമ്മളപ്പോൾ ഇവിടെ ഇനി ഇതിൻ്റെ ടോപ്പിൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടയാളപ്പെടുത്തിയത് ഈ പറഞ്ഞ കാര്യം വീഡിയോയിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 40 ഇഞ്ച് 600 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇവിടെ 9.25 ലൈൻ ടോപ്പാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് അടിച്ചു പോകണമെന്നാണ് കാണിക്കുന്നത്.
ഇനി എക്സ്ട്രാ കുറച്ച് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ടോപ്പിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇത് കറണ്ടില്ലാത്ത കാരണം തേച്ചിട്ടുണ്ടായില്ല. അതൊന്ന് തേച്ച് ഫിനിഷ് ചെയ്യണം. പിന്നെ ഈ കഴുത്തൊന്ന് തുന്നിയെടുക്കാനുണ്ട്. അപ്പം ഞാനിതിട്ട് വീഡിയോയിലിട്ട് കാണിച്ചു തരാം ടോപ്പ് എങ്ങനെ ഇരിക്കുന്നത്. ഓക്കേ.